ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ നീത എന്ന് പറഞ്ഞിട്ട് ഒരു തെലുങ്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ചാനൽ അധികമായിട്ട് ഞാൻ അങ്ങനെ ഇന്ത്യൻ മൂവീസ് ചെയ്യാറില്ല, പക്ഷെ തെലുങ്കില് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇതുപോലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു മൂവി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 6 പേരെ ആരെന്ന് പോലും അറിയാത്ത ആരോ ഒരാൾ തട്ടിക്കൊണ്ട് പോയിട്ട് ഏതോ ഒരു കൊലക്കേസിന് വേണ്ടി ഇവരെല്ലാവരും ചോദ്യം ചെയ്യാണ്. അങ്ങനെ ആരാണ് ഇവരെ തട്ടിക്കൊണ്ട് പോയത്, ഈ 6 പേരിൽ ആരാണ് കുറ്റവാളി എന്നെല്ലാം ക്ലൈമാക്സിൽ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നൊന്നര ട്വിസ്റ്റാണ് ഈ ഒരു മൂവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മിസ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു മൂവി കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി ആരോട് ഇരുന്നിട്ട് കാര്യം സംസാരിക്കുകയാണ്. ഞാൻ ഇത്രയും നാളിൽ ഡീൽ ചെയ്ത കേസുകളിൽ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാ തെളിവുകളും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ ഒരു കേസിന് അവസാന വിധി ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഒരേ ഒരു കേസിൽ മാത്രം ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ എന്നെല്ലാം ഒരു ജഡ്ജി ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു കാറ് ആളൊന്നും അധികം താമസമില്ലാത്ത ഒരു കാടിനകത്തേക്ക് പോകുന്നു. നോക്കുമ്പോഴത്തേക്കും വലിയൊരു വീടിന് മുന്നിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കാറിൽ നിന്നും മുഖംമൂടിയിലിട്ട ഒരാള് കുറച്ച് ആളുകളെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന ഓരോരുത്തരെയും അവിടെ ഒരു ചെയറിലായിട്ട് ഇങ്ങനെ കെട്ടിയിടാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇതിലൊരുത്തന്റെ പേര് ചണ്ടി എന്നാണ്. അപ്പോഴേക്കും അവനായാലും പെട്ടെന്ന് കണ്ണു വന്നിട്ട് ആരാ എന്നെ കെട്ടിയിട്ടെ, ആരാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് അവനിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതും മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരാളെ കാണിക്കുന്നു. അവനെ ഇതുപോലെ അവർ ചെയറിൽ കെട്ടിയിട്ടേക്കാണ്. അങ്ങനെ കൃഷ്ണകാന്തം പെട്ടെന്ന് എന്നെ രക്ഷിക്കെന്നും പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങുന്നതും ചണ്ടി ഈ ഒരു കാര്യം കേട്ട് ഹേയ് നമ്മൾ രണ്ടുപേരെ കെട്ടിയിട്ടേക്കാണ്, പിന്നെ എങ്ങനെയാ വന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നേ എന്നെല്ലാം ചോദിച്ചിട്ട് അവര് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരിടത്ത് അമർ എന്ന് പറഞ്ഞ ഒരുത്തനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മിപതി എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ. അപ്പൊ ആ ഒരുത്തൻ കിടന്ന് കരയുന്ന ശബ്ദം കേട്ടിട്ട് ചണ്ടി പെട്ടെന്ന് ഇതെവിടെ കേട്ട ശബ്ദം പോലെ ഹേയ് ലക്ഷ്മിപതി ഇത് നീയാണെന്ന് ചോദിക്കുമ്പോ ലക്ഷ്മിപതി പെട്ടെന്ന് ഹേയ് ചണ്ടി നിന്നെ ആരാ ഇവിടേക്ക് കൊണ്ടുവന്നേ, ആരാ നിന്നെ കെട്ടിട്ടേ എന്നെല്ലാം ചോദിക്കുമ്പോ നിന്നെ കൊണ്ടുവന്നത് ആരാണോ അവൻ തന്നെയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഇവര് സംസാരിക്കുന്ന അതേ സമയം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രായമുള്ള ഒരാളുണ്ട് അവരുടെ കൂട്ടത്തില്. അയാളെ കെട്ടിയിട്ടേക്കാണ്. അതേപോലെ തന്നെ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊട്ടത്തലയൻ അവനെയും കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവര് മൊത്തത്തിൽ 6 പേരെയാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാണ്. ആരായിരിക്കും ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്നത്, എന്തിനായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വയസ്സുള്ള ആളുണ്ടല്ലോ, അയാൾ സത്യം പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു ഡോക്ടറാണ്. അതേപോലെ തന്നെ ആ ഒരു മൊട്ടയാണെങ്കിലോ അയാൾ ഒരു പോലീസുകാരൻ. കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞിട്ട് വേറെടുത്തുണ്ടല്ലോ അവനൊരു വക്കീലാണ്. അതിൽ അമറാണെങ്കിൽ ഏതോ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ബാക്കി രണ്ടുപേരും ആ ഒരു നാട്ടിൽ തന്നെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം സംസാരിച്ച് അപ്പോഴാണ് കൃഷ്ണകാന്ത് ഇവരോട് പറയുന്നത് ശരി നമ്മളെല്ലാവരും ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനൊരു വക്കീല്, പോലീസ്, ഡോക്ടർ, ഇങ്ങനെ എല്ലാവരും വലിയ വലിയ പൊസിഷനിലുള്ളവര്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ കടത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ മാസ്റ്റർ മൈൻഡ് ആയിട്ട് ആരോ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെ വെച്ചിട്ട് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അമർ പറയും അതെന്തോ ആവട്ടെ, നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയാൽ മാത്രം മതി. എന്നിട്ട് അമർ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് അവർ ചേറ് താഴേക്ക് തള്ളിയിട്ട് ലക്ഷ്മിപതി എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിലേക്ക് ഇട്ട് കടിച്ചഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ മാസ്ക് എല്ലാം ഇട്ടിട്ട് രണ്ടുപേരും വന്ന് അവനെ പിടിച്ച് നേരെ ഇരുത്തുകയാണ്. അതുമല്ല അവരുടെ കയ്യിൽ തോക്കുണ്ട്. ആരെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നതും ബാക്കി എല്ലാവരും ഇത് കേട്ട് പേടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഗാർഡ്സ് അവിടെ നിന്ന് പോകുന്നതും ഇവർ പറയുന്നുണ്ട് അല്ല നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാര്യം ഇവർക്ക് എങ്ങനെ മനസ്സിലായി. അപ്പോഴേക്കും ലക്ഷ്മിപതി എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അമറിനോട് പറയും നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, ഞാൻ നിന്നോട് രക്ഷിക്കാൻ പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഹേയ് അടങ്ങിയിരിക്കെ, അവരിവിടെ ചുറ്റിനായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കേട്ടേ പറ്റൂ എന്നാ ഒരു പോലീസുകാരൻ പറയുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മിപതി ഉണ്ടല്ലോ അവൻ പറയും എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ആ ഒരു ഗാർഡ് ആണെങ്കിലും അവനെ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവൻ പോയതിനു ശേഷം ആ ഒരു ഗാർഡ് പറയും ശരി നിന്റെ കൈ വാഷ് ചെയ്തിട്ട് വരാൻ പറയുമ്പോൾ അവൻ ചോദിക്കും സോപ്പ് എവിടെ. അപ്പൊ പറയുന്നേ ഗ്രീൻ കളറിലൊന്നുമില്ലേ അതിൽ കൈ കഴുകിയിട്ട് വാ എന്നും പറഞ്ഞ് അവനെയും കൊണ്ട് നേരെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവർ 6 പേരെയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുത്താണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒരു പെണ്ണിങ്ങനെ കയറി വരാണ്. എന്നിട്ട് അവൾ പറയും എന്റെ പേര് ജാൻവി എന്നാണ്, ഞാൻ നിങ്ങൾക്ക് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് ഒരു ഓംലേറ്റ്, ചീസ് ഓംലേറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, രാവിലെ എപ്പോഴും ഇതാണ് കഴിക്കാറുള്ളത്. അപ്പൊ ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അത് നിനക്ക് എങ്ങനെ അറിയാം, അതെല്ലാം ഞങ്ങൾക്കറിയാം, നിങ്ങൾ നല്ലതുപോലെ തന്നെ കഴിക്കുമെന്നും പറഞ്ഞ് ആ ഒരു പോലീസുകാരൻ ആഹാരം കൊടുത്ത് അവൻ ഡെയിലി കഴിക്കാറുള്ള ഒരു മരുന്നും കൊടുക്കുന്നു. അപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കും അല്ല ഞാൻ ഈ ഒരു മരുന്ന് കഴിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം, നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം ഞാനല്ല തരേണ്ടത്, അതെല്ലാം വേറൊരാൾ തരും, എന്റെ ജോലി നിങ്ങൾക്ക് ആഹാരം തരിക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ജയിലിലാവും എന്ന് പറയുമ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണോ അതെല്ലാം കൊടുത്തിട്ട് ജാൻവി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും
മുഖത്ത് മാസ്ക് എല്ലാം ഇട്ടിട്ട് അറിയാൻ കഴിയാത്ത ഒരുത്തൻ ഇവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം തരേണ്ടത് ഞാനാണ്. അതുപോലെ നിങ്ങളെ 6 പേരെയും ഇവിടേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതിന് കാരണം ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉടനെ ഒരു ഗെയിം തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് 20 മിനിറ്റ് ടൈമുണ്ട്. അതിനുള്ളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഉത്തരം പറയാൻ താല്പര്യമില്ല, വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളിൽ ഒരാൾ എന്തായാലും മരിക്കും. അപ്പൊ ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കുറച്ചുകൂടി പേടിയായി. എന്നിട്ട് അവനിപ്പോ സ്ക്രീനിൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഇങ്ങനെ കാണിക്കാണ്. ബാലാജി എന്ന് പറഞ്ഞിട്ട് ഒരാള് മഞ്ജു എന്ന് പറഞ്ഞൊരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നെന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ന്യൂസിലുള്ളത്. അതുപോലെ ഇപ്പൊ ആ ഒരുത്തൻ ജയിലിലാണുള്ളത്. കൂടാതെ ആ ഒരു പെണ്ണിന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫോട്ടോയും കൂടി കാണിച്ചിട്ടാണ് അവൻ ചോദിക്കുന്നത്, ശരി ഈ ഒരു പെണ്ണിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? അതിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നത് ഇപ്പൊ പറയണമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ബാൽഗാജി എന്ന് പറഞ്ഞിട്ട് ആ ഒരാളെയും ഈ ഒരു പെണ്ണിനെ പറ്റിയും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുമല്ല ടൈമർ ഓൺ ആവുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും ഇവരെ പറ്റി അറിയാവുന്ന കാര്യം പെട്ടെന്ന് വിടുന്ന ഒരു സീനായിട്ട് ഇങ്ങനെ കാണിച്ച് ടൈം ഇപ്പൊ കഴിയുമ്പോഴത്തേക്ക് അവൻ ചോദിക്കും, ശരി ആ ഒരു പെണ്ണിനെ പറ്റി ഈ ഒരു സംഭവത്തെ പറ്റി ആർക്കെങ്കിലും അറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവരാരും അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും ടൈമും അവസാനിക്കുന്നു. അപ്പോൾ അവ എഴുന്നേറ്റിട്ട് പറയും, ശരി നിങ്ങൾ 6 പേരിലെ ആർക്കാണ് ലക്ക് അടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ഗാർഡ് ഇങ്ങനെ കയറി വരുന്നു. അയാളെ കയ്യിലാണെങ്കിൽ ഒരു തോക്കുണ്ട്. അവൻ നേരെ വന്നിട്ട് എല്ലാവരുടെയും മുകളിലേക്ക് തോക്ക് ഇങ്ങനെ വെച്ചിട്ട് അമർ എന്ന് പറഞ്ഞ ആ ഒരുത്തിനെ ഷൂട്ട് ചെയ്ത് കൊന്ന് അവന്റെ ശരീരം അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. ഇപ്പോഴാണ് ഇവർക്ക് കാര്യത്തിന്റെ ആ ഒരു ഗൗരവം എന്താണെന്ന് മനസ്സിലായത്. ഇത്രയും നേരം തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. ഇത്രയും നേരം അവരത് കാര്യമാക്കിയത് പോലില്ലായിരുന്നു. ഇനിയിപ്പോ എന്തായാലും എല്ലാവരും പേടിച്ചു തുടങ്ങി. അപ്പോഴേക്കും ആ ഒരു മാസ്ക് ഇട്ടവൻ ചോദിക്കും, ശരി ഇപ്പോഴെങ്കിലും ആരെങ്കിലും സത്യം പറയാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ചണ്ടി എന്ന് പറഞ്ഞിട്ട് അവൻ പറയും, ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവനിങ്ങനെ പറയുമ്പോൾ ശരി വാ കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ ഒരു കോർട്ട് റൂം സെറ്റപ്പ് പോലെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കയറി നിന്ന് അവൻ ഇപ്പോൾ ഒരു കാര്യം പറയണം. അപ്പോഴത്തേക്കും നമുക്കൊരു ഫ്ലാഷ് ബാഗും കാണിച്ചിരുന്നുണ്ട്. സത്യത്തിൽ ഇവൻ ഒരു കൃഷിക്കാരനാണ്. സാധാരണ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവൻ അന്നത്തെ ദിവസം വന്ന് കിടന്നുറങ്ങി. കുറെ കഴിയുമ്പോഴത്തേക്കും വയറിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് വെളിക്ക് പോവാന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു വയലിന്റെ വശത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ മഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് അവിടെ മരിച്ചു കിടക്കാണ്. അതുമല്ല അവളെ ആരോ കത്തി കൊണ്ട് വെട്ടിക്കൊന്നതുപോലെയാണ് അവൻ കാണുന്നത്. ഈ ഒരു കാര്യം ഞാൻ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ, ശരി നീ ആ ഒരു കൊല നേരിട്ട് കണ്ടിരുന്നോ? കൊലയാളി ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം അവൻ അറിയത്തില്ല എന്ന് പറയും. അപ്പൊ ആ ഒരു മാസ്ക് ഇട്ടവൻ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ നീ ആ ഒരു കൊലപാതകം നേരിട്ട് കണ്ടെന്നും അതേപോലെ തന്നെ ബാൽഗാജിയാണ് ആ ഒരു കൊലയാളിയെന്നും എന്തിനാ നീ കള്ളം പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവനൊന്നും പറയാതെ അങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കും, ശരി ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയത്തില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, അതെ സത്യം തന്നെയാണ്, എന്റെ അമ്മയാണ് സത്യം എന്നെല്ലാം പറയുമ്പോൾ ശരി നീ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ചണ്ടിയെ വീണ്ടും ആ ഒരു ചെയറിലേക്ക് തന്നെ കൊണ്ടുവന്ന് കെട്ടിയിടുമ്പോൾ ലക്ഷ്മിവതി ചോദിക്കുന്നുണ്ട്, ഹേയ് നിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ ചോദിച്ചേ? നീ എന്താ പറഞ്ഞാ ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു. നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും സത്യം മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവൻ ചോദിക്കും, ശരി ഇനി ആരാണ് സത്യം പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വക്കീൽ വെട്ടുന്നത് ഞാൻ വരാതെ ഇങ്ങനെ പറയാണ്. ഓക്കെ അങ്ങനെ ആ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് എടുത്ത് വായിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ വേറെ ആർക്കും വേണ്ടിയിട്ട് ഈ ഒരു കേസ് എടുത്ത് വായിച്ചതല്ല. ഈ ഒരു കേസിന് വേണ്ടി മഞ്ജുവിന്റെ അച്ഛനും അമ്മയാണ് എന്റെ അടുത്തേക്ക് വന്ന് ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ചത്. അവരുടെ ആ ഒരു വിഷമം കണ്ടപ്പോൾ തന്നെ ആ ഒരു പാവം പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് എടുത്ത് അവനെതിരെ വാദിച്ച് അവന് ശിക്ഷ വാങ്ങിക്കൊടുത്തത്. ഞാൻ ഈ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാ തെളിവുകളും അവനെതിരായിരുന്നു. അവനൊരു കുറ്റവാളിയാണെന്ന് ഞാൻ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു കേസ് എടുത്ത് കോടതിയിലേക്ക് കൊണ്ടുപോയി അവന് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെയാണ് കുറ്റവാളി എന്നെല്ലാം അവൻ പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിവതിയെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ അവൻ പറയും, ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ബാൽഗാജി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലോ മഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണോട് മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു പെണ്ണ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ മകളെ പോലെയല്ലേ, എന്നെ വിടുന്നെല്ലാം പറയുന്നതും ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ബാൽഗാജി ആയിരിക്കും ഈ ഒരു കൊലയാളിയെന്ന് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളെല്ലാം കോർട്ടിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളെ ചോദ്യം ചെയ്യുമ്പോൾ സാക്ഷികളും തെളിവുകളും എല്ലാം ബാൽഗാജിക്ക് എതിരായിരുന്നു. അതുപോലെ അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ മോശപ്പെട്ട ഒരുത്തൻ, അവനെ പോലെ വൃത്തികെട്ട ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതും തന്റെ സ്വന്തം മകളുടെ സുഹൃത്തിനെ തന്നെ അവൻ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് ബാൽഗാജി എന്ന് പറഞ്ഞ അവന് ഒരു മകളുണ്ട്. ആ ഒരു മകളുടെ സുഹൃത്താണ് മഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. അപ്പോഴേക്കും മാസ്ക് ഇട്ട ഒരുത്തൻ ചോദിക്കും, ശരി നീ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഹേയ് ഞാനും ആ ഒരു ഗ്രാമത്തലവനും തമ്മിൽ പേഴ്സണലായിട്ട് ഒരു ബന്ധവുമില്ല. എന്തെങ്കിലും ജോലിയുടെ ആവശ്യം അല്ലെങ്കിൽ കേസിന്റെ ആവശ്യമായിട്ട് മാത്രമേ അവിടെ പോകാറുള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അതുമല്ല അയാളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എന്നെല്ലാം ആ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയാണ്. അങ്ങനെ ആ ഒരു പോലീസുകാരനെ പറഞ്ഞു വിട്ട് അടുത്തത് ആ ഒരു ഡോക്ടറിനെ വിളിക്കും. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, അതെ മഞ്ജുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്. അങ്ങനെ അവളുടെ ശരീരം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്താണ് കൊല ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതുമല്ല ആ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നിന്നും ഒരു സെമൺ സാമ്പിൾ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അത് ബാൽഗാജിയുടെ സെമനുമായിട്ട് നല്ലതുപോലെ മാച്ച് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ അത് കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധം അതിലും ബാൽഗാജിയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു.
ഇതെല്ലാം നല്ലതുപോലെ തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ബാൽഗാജിയാണ് കൊലയാളിയെന്ന് കൺഫേം ചെയ്തത്. അതുകൊണ്ട് എന്റെ റിപ്പോർട്ടിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ആ ഒരു ഡോക്ടർ കൂടി പറയുന്നതും അതേസമയം ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ബാൽഗാജി അവന്റെ ഫാമിലിയായിട്ട് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന അതേ സമയം പോലീസുകാർ പെട്ടെന്ന് അവിടേക്ക് വന്ന് അവനെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവന്റെ മകളാണെങ്കിലോ പുറകെ വരുന്നുണ്ട്. അച്ഛനെ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ മഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുമ്പോൾ ആ ഒരു ശരീരം കണ്ട് അയാളുടെ കണ്ണ് നല്ലതുപോലെ നിറയുന്നുണ്ട്. എന്നിട്ട് അയാൾ ഇവിടെ വെച്ച് പറയും, എന്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞെന്നറിയോ, എനിക്കും അവളുടെ പ്രായത്തിൽ ഒരു മകളുണ്ട്. മഞ്ജുവിന്റെ ശരീരം കാണുമ്പോൾ എനിക്ക് എന്റെ മകളെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ എങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ കള്ളം പറയും എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, ഓ അപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണല്ലേ എന്ന് ചോദിക്കുന്നത് എല്ലാവരും അതെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എല്ലാവരും അകത്തേക്ക് പോയിരുന്നു, നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പുതിയൊരാൾ ഇവിടേക്ക് വരാൻ പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും ഒരുത്തന്റെ മുഖത്ത് മാസ്ക് എല്ലാം ഇട്ടിട്ട് അവിടേക്ക് കൊണ്ടുവന്നിരുത്താണ്. അപ്പൊ അവന്റെ പേര് ദിവാകർ എന്നാണ്. അതുപോലെ ഇവനാണെങ്കിൽ ഒരു പോലീസ് കോൺസ്റ്റബിളും കൂടിയാണ്. അപ്പൊ ഇവനെ കാണുമ്പോഴത്തേക്കും ലക്ഷ്മിവതി, കൃഷ്ണകാന്ത് പിന്നെ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ, ഇവര് മൂന്നേരും ഹേയ് ദിവാകർ നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു, ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയത്, ഡോർ തുറന്ന് നോക്കുമ്പോൾ എന്റെ തലക്കടിച്ച്, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, പിന്നെ ഇപ്പൊ കണ്ണുറക്കുമ്പോൾ ദേ ഇവിടെയാണ്. അപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കും, ദിവാകർ ഇതെല്ലാം നീയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനിതെല്ലാം എങ്ങനെ ചെയ്യാൻ പോവാന്ന്, നിങ്ങളെപ്പോലെയല്ലേ ഞാനിവിടെ ഇരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ദിവാകറിന് ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചുറ്റിനുള്ള എല്ലാവരും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ദിവാകറിനെ ആ ഒരു മാസ്ക് ഇട്ടവൻ, അവനാണ് എന്തായാലും നമ്മുടെ ഹീറോ. അതുകൊണ്ട് ഹീറോ ഇപ്പൊ അവനെയും ആ ഒരു കോടതി മുറി പോലത്തെ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന്, നിനക്ക് ഈ ഒരു കേസിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയോ അതെല്ലാം ഇവിടെ ഇപ്പൊ പറയണമെന്ന് പറയുന്നതും അവന് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം. അതിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ബാൽഗാജിയുടെ മകളുടെ പേര് സുധ എന്നാണ്. ആ ഒരു പെണ്ണ് മഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അവര് രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് ബാൽഗാജി ആണെങ്കിലും അവരുടെ പുറകെ തന്നെ വരുന്നു. അപ്പോൾ സുധ പറയും, ഓ എനിക്ക് വല്ല നാണക്കേടായി പോയി, എന്റെ അച്ഛൻ എന്തിനാ ഇങ്ങനെ പുറകെ വരുന്നതെന്ന് പറയുമ്പോൾ മഞ്ജു പറയും, അത് വേറൊന്നും കൊണ്ടല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, നിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛൻ എപ്പോഴും നിന്റെ പുറകെ വരുന്നത്. ശരി എനിക്ക് മറ്റൊരു ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ സുധ പറയും, ശരി പോയിട്ട് വാ, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, മഞ്ജുവിന് ഏതോ ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പോകുന്നത്. അങ്ങനെ അവൾ പോയതിനു ശേഷം സുധ പെട്ടെന്ന് അവളുടെ അച്ഛനോട് പറയും, അച്ഛൻ എന്താ എന്നെ സംശയം വല്ലതും ഉണ്ടോ, അതുകൊണ്ടാണ് എന്റെ പുറകെ വരുന്നത് ചോദിക്കുമ്പോൾ ബാൽഗാജി പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ മകളെ നല്ല വിശ്വാസമുണ്ട്, എന്റെ മകളെ എനിക്ക് എപ്പോഴും ഒരു ദൈവത്തെ പോലെയാണ്, അതുകൊണ്ട് നിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിന്റെ പുറകെ വരുന്നത്. അപ്പോഴേക്കും സുധ പറയും, ശരി ഇനിയിപ്പോ വീടെത്തിയല്ലോ, ഒരു കുഴപ്പമില്ല, പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവിടേക്ക് ദിവാകർ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ബാൽഗാജി അവന്റെ ബൈക്കിലേക്ക് കയറ്റുമ്പോഴത്തേക്ക് സുധ ചോദിക്കുന്നുണ്ട്, എന്താ മദ്യപിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ബാൽഗാജി പറയും, അതെ ഞാൻ ഇവനും ചെറുതായിട്ടൊന്ന് മദ്യപിക്കാൻ പോവാണ്, അമ്മയുടെ ഒരു കാരണവശാലും പറയരുത് എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ബൈക്കിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ദിവാകറും ബാൽഗാജിയും നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സുധാകർ ബാൽഗാജിയോട് ചോദിക്കുന്നത്, അല്ല നിനക്കും ഈ ഗ്രാമത്തലവനായിട്ട് എന്താ പ്രശ്നം, അതല്ല ഇപ്പോഴാണെങ്കിലോ ആ ഒരു SI ആണെങ്കിലും ഗ്രാമത്തലവന്റെ പുറകെ നടന്ന് അയാൾ പറയുന്നതെല്ലാം ഒരു അടിമയെ പോലെ കേൾക്കാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ബാൽഗാജിയും ആ ഒരു ഗ്രാമത്തലവനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഇപ്പൊ പറയുന്നത്. ബാൽഗാജിയുടെ അമ്മ അവൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവന്റെ അച്ഛനെ ഉപേക്ഷിച്ച് ഈ ഒരു ഗ്രാമത്തലവന്റെ അച്ഛനെ പോയി കല്യാണം കഴിക്കുമായിരുന്നു. അതിൽ ജനിച്ച ആളാണ് ആ ഒരു ഗ്രാമത്തലവൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും ബാൽഗാജിയുടെ സഹോദരൻ, അതുപോലെ ഇവരുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സ്വത്തുണ്ട്. അപ്പോൾ ആ ഒരു സ്വത്തിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും എന്തായാലും വഴക്കുണ്ടാക്കുമല്ലോ. അപ്പോൾ ലീഗലായിട്ട് നോക്കുമ്പോൾ അത് ബാൽഗാജിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ ആ ഒരു ഗ്രാമത്തലവൻ ഇല്ലീഗലായിട്ട് അതെല്ലാം പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും സുധാകർ പറയും, ശരി നീ എന്തിനാ വെറുതെ ഇട്ട് വഴക്കുണ്ടാക്കുന്നേ, നിനക്കൊരു നല്ല കുടുംബമുണ്ട്, ഒരു നല്ല മകൻ മകള്, പിന്നെ എന്തിനാ അവർ സ്വത്തും പിടിച്ചിരിക്കുന്നത്, അതെല്ലാം അയാൾക്ക് തന്നെ കൊടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ബാൽഗാജി പറയും, അതെല്ലാം ഞാൻ എങ്ങനെ അയാൾക്ക് കൊടുക്കും, അവനാണെങ്കിൽ നല്ല പണക്കാരനാണ്, എനിക്ക് ആ ഒരു സ്വത്ത് വിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ സ്വത്ത് പോയി കഴിഞ്ഞാൽ എന്റെ മകളെയും മകനെയും ആര് നോക്കും എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന സമയത്ത് കുടിച്ചിട്ട് പോയ 1-2 പേര് ആ ഒരു വഴിയെ പോകുമ്പോൾ ബാൽഗാജിയെ കളിയാക്കുന്നു. അങ്ങനെ ബാൽഗാജി ആണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഇവരോട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുകയാണ്. അതേസമയം ആ വഴി വന്ന SI ആണെങ്കിലോ പെട്ടെന്ന് തന്നെ വന്നിട്ട് നമ്മുടെ ബാൽഗാജിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നു. അപ്പോഴേക്കും സുധാകർ പറയുന്നത്, സാർ അയാളൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ, ഓ അപ്പൊ നീയാണോ ഇവന് സപ്പോർട്ട് പറയുന്നത്, എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എന്തായാലും ചോദ്യം ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ബാൽഗാജിയെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാമത്തലവൻ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു SI ഇതുപോലെ ബാൽഗാജിയെ പല കേസിനായിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സുധാകർ ഇപ്പൊ ഇവിടെ നിന്ന് പറയാണ്. അതുപോലെ ആയിരിക്കും ഇപ്പോഴും സംഭവിച്ചത്. ബാൽഗാജി ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരാളല്ല. ആ ഒരു ഗ്രാമത്തലവനും ഈ ഒരു SIയും കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ കേസിൽ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസ് അവന്റെ തലയിലേക്ക് കെട്ടിവെച്ചതായിരിക്കും എന്നെല്ലാം ദിവാകർ ഇങ്ങനെ പറയാണ്. നേരത്തെ പേര് മാറിപ്പോയി, സുധാകരനായിപ്പോയി, സോറി. എന്നിട്ട് ദിവാകർ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, അല്ല നീ ആരാണ്, നീ എന്തിനാ ബാൽഗാജിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്, അവൻ അറിയാവുന്ന എല്ലാവരെയും എനിക്കറിയാം, നീ ആരാണെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു മാസ്ക് മാറ്റിയിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ നിനക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ ആരാണെന്ന് ഇപ്പൊ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയുടെ പേര് വിവേക്. ഹീറോ വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലാണ്.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അതിലിപ്പോൾ ഹീറോയോട് പറയുന്നത് നിന്റെ അച്ഛൻ ഒട്ടും വയ്യാതിരിക്കാണ്, ഇനി എത്ര നാൾ ജീവനോട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് പറയുമ്പോൾ ഹീറോ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹീറോയുടെ അച്ഛൻ വേറെ ആരുമില്ല, സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ജഡ്ജി തന്റെ ഒരു കഥ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ജഡ്ജിയാണ് ഹീറോയുടെ അച്ഛൻ. ഓക്കെ, തന്റെ അച്ഛൻ ഇനിയിപ്പോൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ജോലിക്കൊന്നും പോകാതെ തന്റെ അച്ഛനോടൊപ്പം തന്നെ കുറച്ചു കാലം കഴിയാന്ന് പറഞ്ഞ് അച്ഛനോട് സമയം ചെലവഴിക്കുമ്പോഴത്തേക്കും എപ്പോഴും അയാള് വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹീറോ അത് നോട്ട് ചെയ്തിട്ട് അല്ലച്ചാ എന്ത് പറ്റി, കുറെ നാളായല്ലോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കേസ് ഫയല് ആ ഒരു കാര്യം നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അതും ബാൽഗാജി എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തന്റെ പേരിലുള്ള ഫയല്. അപ്പോൾ ഹീറോ ചോദിക്കും അല്ല എല്ലാ ഫയലും ഓഫീസിൽ വെച്ചിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്, ഈ ഒരു ഫയൽ മാത്രം ഇതിനാ കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കത്തില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന്, അതിനുള്ള കാരണം ഈ ഒരു കേസ് ഫയലാണ്. ഞാൻ ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിലാണ് തീർപ്പാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ചെയ്ത മോശമായിട്ടുള്ള ഒരു തീരുമാനം അത് ഇത് മാത്രമായിരുന്നു. സാക്ഷികളും തെളിവുകളും എല്ലാം അവനെതിരായിരുന്നു, അതുകൊണ്ട് തന്നെ ജീവപര്യന്തമാണ് ഞാൻ അവന് ശിക്ഷ കൊടുത്തത്. പക്ഷേ എന്തോ ആ ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തതെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സർവീസിലിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനെ കൊണ്ട് കഴിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ബാൽഗാജിയെ പറ്റി ഞാൻ ഒറ്റയ്ക്കൊന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവനല്ല യഥാർത്ഥ കുറ്റവാളി, അവനെ ആരോ ഇതിൽ പെടുത്തിയതാണെന്ന്. പക്ഷെ ഇപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെല്ലാം നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ ഹീറോ പറയും ഹേയ് അച്ഛ ഇതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കാതെ, അതെല്ലാം നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അച്ഛനോട് കിടക്കാൻ പറഞ്ഞിട്ട് അവൻ അടുത്ത ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്കും അന്ന് കിടന്ന ആള് പിന്നീട് കണ്ണു തുറന്നിട്ടില്ല. ഹീറോയുടെ അച്ഛൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിഷമായി, മാനസികമായിട്ട് ഹീറോ ഒരുപാട് തളർന്നുപോയി. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം അതെങ്കിലും നടത്തണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു കേസ് എടുത്ത് അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നതും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യാണ്. അങ്ങനെ റീഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് തെളിവുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു തെളിവുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോ ഒരു പെണ്ണെ പോയി കാണുന്നത്. അത് വേറെ ആരുമില്ല, അതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ ജാൻവി, അത് ഹീറോയുടെ ഗേൾ ഫ്രണ്ട്. അതിന് വേണ്ടിയിട്ട് അവളുടെ സഹായം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നിന്റെ അച്ഛന്റെ അവസാന ആഗ്രഹമല്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് നേരെ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ബാൽഗാജിയുടെ വീട്ടിലേക്ക് പോകുന്നു, അവന്റെ നാട്ടിലേക്ക് പോകുന്നു, അവിടെയുള്ള ഒരുപാട് പേരോട് അന്വേഷിക്കുന്നു. അവസാനം ബാൽഗാജിയെ പോയി കണ്ട് അവനോട് ചോദിക്കും നിങ്ങളാണോ ഈ ഒരു കൊല ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാൽഗാജി പറയും ഇപ്പൊ തന്നെ 5 വർഷമായിട്ട് ഈ ജയിലിൽ കിടക്കാണ് ഞാൻ, ഇപ്പൊ വന്നിട്ട് ഞാനാണോ ഈ ഒരു കൊല ചെയ്തതെന്ന് ചോദിച്ചാൽ അതിലെന്താ ന്യായമുള്ളത്. അപ്പോൾ ഹീറോ എല്ലാ കാര്യവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ശിക്ഷ തന്ന ആ ഒരു ജഡ്ജിയുടെ മകനാണ് ഞാൻ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി വാങ്ങി തരണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ദിവാകരനോട് ഹീറോ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഇവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വന്നിരിക്കുന്നു, അതും ഹീറോയുടെ മുഖം കാണിച്ചുകൊണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു വക്കീലുണ്ടല്ലോ, ആ ഒരു വക്കീലിനെ നമ്മുടെ ഹീറോയെ അറിയാം, കാരണം ഹീറോയുടെ അച്ഛനൊരു ജഡ്ജിയാണെന്നും ഹീറോ ഇതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു വക്കീൽ ചോദിക്കും നീയാണോ ഇതെല്ലാം ചെയ്യുന്നതല്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ ആയാലും അതെ ഞാൻ തന്നെയാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുമ്പോഴത്തേക്കും ആ ഒരു വക്കീൽ ചോദിക്കും അപ്പോൾ ഒരാളുടെ സത്യസന്ധത മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും അതിനയാൾ മരിച്ചോ എന്നാരാ നിങ്ങളോട് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുത്തൻ്റെ മുഖം മൂടി ഇങ്ങനെ മാറ്റുന്നതും അമർ എന്ന് പറഞ്ഞിട്ട് ആർത്തനാണല്ലോ കൊന്നത്, അവനിപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ഒരു ഡ്രാമയായിരുന്നു, ഞാൻ ഇതുപോലെ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ബാൽഗാജി ഒരു ഇന്നസെന്റ് ആണ്, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, സത്യം പറയാനായിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പറയുമെന്നാണോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാമ ഞാനിവിടെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഈ ഒരു കേസിൽ എന്നെ എന്തായാലും സഹായിച്ചേ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഹീറോ ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും ശരി ഇത്ര നേരം നിങ്ങളെല്ലാവരും പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സത്യമാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഡോക്ടറിനോട് നേരിട്ട് ചോദ്യം ചോദിക്കുകയാണ് സാധാരണ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് എത്ര സമയം വേണ്ടി വരും, ഏകദേശം ഒരു 2 മണിക്കൂർ കൂടുതൽ, അത് ഏത് തരത്തിലുള്ള ഡെഡ് ബോഡിയാണ് എന്നെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ സമയം കൂടുമോ കുറയോ ഇതെല്ലാം പറയാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും 1/2 മണിക്കൂർ കൊണ്ടാണല്ലോ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തു തീർന്നത്, അതുമല്ല സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലേ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു റൂൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് 7:35 ശേഷമാണ് ആ ഒരു ബോഡി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം കറക്റ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോസ്റ്റ്മോർട്ടം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ശരി നിങ്ങളെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് പോയി കണ്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാൻവി ഡോക്ടറിനെ വിളിച്ചിട്ട് പോവാണ്. അങ്ങനെ ഡോക്ടർ നേരെ ആ ഒരു മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല, അത് ആ ഒരു ഡോക്ടറിന്റെ മകളാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കും ഹേയ് നിന്നെ ആരെവിടേക്ക് കൊണ്ടുവന്നേ, നിന്നെ തട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും തട്ടിക്കൊണ്ടുവന്നതല്ല, നമ്മുടെ ഹീറോയിനും കൂടി ചേർന്നിട്ട് ഇവളോട് സംസാരിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ആ ഒരു മകള് ഡോക്ടറിനോട് ചോദിക്കും അച്ഛ ഇതിനൊരു സത്യം പറയും, ആ ഒരു പോസ്റ്റ്മോർട്ടം അച്ഛൻ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അതോ ഇനി ആ ഒരു പെണ്ണിനെ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ഓർമ്മ വന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ വല്ലാണ്ട് മുഖമെല്ലാം മാറിയിട്ട് അപ്പോൾ അവൾ ചോദിക്കും അച്ഛാ സത്യം പറയും
തെറ്റൊന്നും ചെയ്യാത്ത ഒരു സാധാരണ മനുഷ്യനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും, മഞ്ജുവിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് നിന്റെ ഓർമ്മയാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് വലിയ രീതിയിലൊന്നും ഓർമ്മ വരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ അവൾ പറയും, ഹജ പ്ലീസ്, എന്താണ് സത്യം എന്നുള്ളത് അവിടെ പോയി പറയും, ഞാൻ അച്ഛന് വേണ്ടി വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ആ ഡോക്ടർ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ ആ ഒരു പോസ്റ്റ്മോർട്ടം കറക്റ്റായിട്ടല്ല ചെയ്തിട്ടുള്ളത്, അതുമല്ല നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തത്, ബാൽഗാജിയുടെ ആ ഒരു സ്പേം അതെങ്ങനെ അവളുടെ ശരീരത്ത് വന്നു, അതുമല്ലാതെ ആ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു ആയുധത്തിൽ ബാൽഗാജിയുടെ കൈരേഖ അതെങ്ങനെ വന്നു, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബാൽഗാജി തന്നെയാണ് അതെല്ലാം ചെയ്തത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ശരി, അതിനുള്ള ഉത്തരം ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയാം, ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ലക്ഷ്മിവതിയോട് നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുമ്പോൾ ജാൻവി ഇവിടേക്ക് വാ, അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നതും ജാൻവി ആണെങ്കിൽ അവന്റെ മുന്നിലേക്ക് വന്ന് ഈ ബോൾ ഉണ്ടല്ലോ, പല കളറിലുള്ള ബോൾ എടുത്ത് ഇങ്ങനെ കാണിക്കാണ്. എന്നിട്ട് ഒരു ചുവന്ന കളർ ബോൾ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിവതി പെട്ടെന്ന് അത് കറുപ്പ് കളർ നിങ്ങൾ പറയും, ഇപ്പോൾ ഏത് കളർ എടുത്ത് കാണിച്ചാലും ബ്ലാക്ക് വൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പച്ച നീല ഇങ്ങനെ അറിയുന്ന കളർ ഏതൊക്കെയാണോ അതെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ ചണ്ടി പെട്ടെന്ന് ഇത് കണ്ടിട്ട് ഹേയ് നിനക്കെന്താ കണ്ണ് കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഹീറോ പറയും അവന് കണ്ണെല്ലാം കാണാൻ കഴിയും, പക്ഷെ അവൻ കളർ ബ്ലൈൻഡ് ആണ്. അപ്പോൾ അവർ ചോദിക്കും, അല്ല ഇതെങ്ങനെ നിനക്കറിയുന്ന ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അവൻ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ആ പച്ച കളർ കുപ്പി എടുത്തിട്ട് അത് വെച്ച് കൈ കഴുകാൻ പറഞ്ഞപ്പോൾ അവൻ ചുവപ്പ് കളറാണ് എടുത്ത് കഴുകിയത്, പിന്നീട് കൈ കൊണ്ട് ചൂണ്ടി കാണിച്ചതിന് ശേഷമാണ് അവൻ കറക്റ്റായിട്ട് എടുത്ത് കഴുകിയത്, ഇത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ലക്ഷ്മിവതിയോട് ചോദിക്കും, ശരി സത്യത്തിൽ അന്ന് നീ എന്താ കണ്ടേ, സത്യം പറയാൻ പറയുമ്പോൾ അവൻ ഇപ്പോൾ സത്യം പറയാൻ തുടങ്ങാണ്. സത്യത്തിൽ അന്ന് അവൻ ആ ഒരു വയലിലൂടെ നടന്നു പോകുമ്പോൾ മഞ്ജുവും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ചേർന്നിട്ടാണ് അവിടെ കിടന്നിരുന്നത്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് ഇവൻ നേരെ അത് ആ ഒരു ഗ്രാമത്തലവനോട് പോയി പറയുകയും ചെയ്യും. അവിടെയാണെങ്കിൽ ആ ഒരു മൊട്ടത്തലയൻ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ കണ്ടത് മഞ്ജുവിനെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും അല്ല, മഞ്ജുവിനെയും ബാൽഗാജിനെയും, അങ്ങനെ വേണം നീ നാട്ടിൽ മൊത്തം പറയാനായിട്ട്. ബാൽഗാജി ആ ഒരു പെണ്ണോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു, ഈ ഒരു കാര്യമാണ് നീ കണ്ടത് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അവൻ പറയും, ഇല്ല കള്ളം പറയാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ അവർ പറയും, അതെന്തോ ചെയ്യട്ടെ, പക്ഷേ നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കാണ് അവൻ ഈ ഒരു രീതിയിൽ കള്ളം പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇപ്പോൾ മഞ്ജുവിന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഹീറോ ചോദിക്കും, എന്തിനാ നീ അവളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല ഞാൻ എന്തിനാ കൊല്ലുന്നേ, ഞാൻ അവളെ അത്രത്തോളം സ്നേഹിക്കുമായിരുന്നു, പിന്നെ എന്തിനാ ഞാൻ അവളെ കൊല്ലുന്നേ, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്, അതൊരു പാട്ടായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാര്യം സുധയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. സുധയാണെങ്കിലോ ഇവരുടെ ആ ഒരു ഇഷ്ടത്തിന് അവൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർ ആ ഒരു വയലിന്റെ അടുത്ത് കിടക്കുമ്പോഴത്തേക്കാണ് ആരോ ഒരാൾ ഇവരെ കണ്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഞങ്ങളെ കണ്ടതാരാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല, പക്ഷെ ആരും അവിടെ വന്ന് കണ്ടിട്ട് പോയെന്ന് മാത്രം എനിക്കറിയാം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, അത് വേറെ ആരുമല്ല, അത് ലക്ഷ്മിവതിയാണ്. ഓക്കെ, അന്ന് ആ ഒരു സംഭവം നടന്നതിന് ശേഷം അന്ന് രാത്രി തന്നെയാണ് മഞ്ജുവിനെ ആരോ കൊന്നിട്ടുള്ളത്. ആ നീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല സാർ ഞാനല്ല, ഞാൻ അന്ന് നാട്ടിൽ തന്നെ ഇല്ലായിരുന്നു, അന്ന് എൻ്റെ അമ്മയെ പാമ്പ് കടിച്ചിട്ട് ഞാൻ അമ്മയും കൊണ്ട് വലിയ ആശുപത്രിയിലേക്ക് പോവായിരുന്നു, അതുമല്ല ആ രാത്രി തന്നെ എൻ്റെ അമ്മയും മരിച്ചു, മഞ്ജുവും മരിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ഇവൻ ആശുപത്രിയിൽ തന്നെയാണോ പോയതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ പെട്ടെന്ന് അത് ഞാൻ ചെയ്യാം, എനിക്കൊരു ഫോൺ മാത്രം തന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ഇവരാണെങ്കിലും ഫോൺ കൊടുക്കും. അപ്പോൾ അവർ ഡോക്ടറാണെങ്കിലും അതേ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഇവൻ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പറഞ്ഞത് സത്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോഴേക്കാണ് ദിവാകർ പെട്ടെന്ന് ആ ഒരു ബോയ് ഫ്രണ്ടിനോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ശരി മഞ്ജുവിനെ നീ അത്രയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ സുധയെ കല്യാണം കഴിച്ച് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് എല്ലാവരും ഷോക്ക് ആവുന്നത്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്, ആ ഒരു കാര്യം ഈ ഒരു ബോയ് ഫ്രണ്ട് പറയും. സത്യത്തിൽ ഈ ഒരു ബോയ് ഫ്രണ്ട് മഞ്ജു മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, തന്നെ ആരുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ സുധ ഇടയ്ക്കിടയ്ക്ക് അവൻ ആഹാരമെല്ലാം കൊണ്ടുവരുമായിരുന്നു. ആ ഒരു സമയത്ത് ഈ ബോയ് ഫ്രണ്ട് ബന്ധുക്കളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരാണെങ്കിൽ ഇവളെ പറ്റി മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇവളുടെ അച്ഛനും ഒരു കൊലപാതകയാണ്, അയാളാണ് നിന്റെ കാമുകിയെ തന്നെ കൊന്നത്, അതുപോലെ ഈ ഒരു പെണ്ണും അതുപോലെ തന്നെ മോശപ്പെട്ടൊരു പെണ്ണായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അവൾക്ക് നല്ല വിഷമായി. അവൻ പറഞ്ഞിട്ട് പോലും അവൾ ആഹാരമെല്ലാം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് അവൻ പെട്ടെന്ന് പുറകെ ചെന്നിട്ട് നിനക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഹേയ് നീ എന്താ ഈ പറയുന്നേ, നമ്മൾ രണ്ടും നല്ല സുഹൃത്തുക്കളല്ലേ എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും, പക്ഷെ മറ്റുള്ളവർ എന്താണ് പറയുന്നത് നോക്ക്, അതുകൊണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവർ തമ്മിൽ ആ ഒരു കല്യാണം തന്നെ നടക്കുന്നത്. അതുമല്ല അവൻ പറയുന്നുണ്ട്, സത്യത്തിൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചത്, മറ്റുള്ളവർ ആ ഒരു പെണ്ണിനെ പറ്റി മോശമായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഒരു വക്കീൽ ചോദിക്കും, അപ്പോൾ ഇവനും അല്ല ആ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത്, പിന്നെ വേറെ ആരായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ചണ്ടിയോട് ചോദിക്കും, ഹേയ് ചണ്ടി, അന്ന് രാത്രി നീ എന്താ സത്യത്തിൽ കണ്ടത്, അങ്ങനെ നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നീയാണ് ആ ഒരു പെണ്ണിനെ കൊന്നിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല ഞാനെന്തിനാ അവളെ കൊല്ലുന്നത്. ഹീറോ പറയും, ഹേയ് നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാം, നീ സത്യത്തിൽ അന്ന് അവിടെ ആ ഒരു പെണ്ണ് മരിച്ചു കിടക്കുന്നതോ അവളെ ബാൽഗാജി റേപ്പ് ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവിടെ എന്താ നടന്നത്, സത്യം എന്താണെന്ന് എന്നോട് പറയാൻ പറയുമ്പോൾ
അതെ ഞാൻ സത്യം പറയാം ഇതിനെല്ലാം കാരണം ഈ ഒരു പോലീസുകാരനാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ ഞാനോ? അപ്പോൾ ഹീറോ പറയും ഹേയ് കുറച്ച് സമാധാനപ്പെട്, അവ സത്യം പറയട്ടെ. അന്ന് രാത്രി അവൻ ആ ഒരു ബാത്റൂമിലേക്ക് പോകാനായിട്ട് വരുന്ന സമയത്ത് അവളുടെ ശരീരം അവിടെ കണ്ടിട്ട് ഈ ഒരു പോലീസുകാരനെ വിളിച്ച് ആ ഒരു കാര്യം പറയും. പോലീസുകാരനാണെങ്കിലോ ആ ഒരു ഗ്രാമത്തലവനായിട്ടിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പൊ അവർ ചോദിക്കും അല്ല അത് ആരുടെ വസ്തുവാണെന്ന് ചോദിക്കുമ്പോൾ അത് ബാൽഗാജിയുടേതാണ്. അതുമല്ല ആ ഒരു സ്ഥലമാണെങ്കിൽ ബാൽഗാജിയും ഈ ഒരു ഗ്രാമത്തലവനുണ്ടല്ലോ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു വസ്തുതർക്കം ഉണ്ടല്ലോ, ആ ഒരു വസ്തുവാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരൻ പറയും ശരി നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് നേരെ ഒരു ഗ്രാമത്തലവൻ ഇവിടേക്ക് വന്നിട്ട് ശരി ഈ ഒരു കേസ് ബാൽഗാജിയുടെ തലയ്ക്ക് കെട്ടിവെച്ചാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ജീവിതകാലം മുഴുവൻ അവനെ ജയിലിലാക്കാം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്വത്ത് മുഴുവൻ എനിക്ക് എടുക്കാൻ കഴിയും എന്ന് ആ ഒരു ഗ്രാമത്തലവൻ തീരുമാനിച്ച് ഇപ്പൊ ചണ്ടിയോട് പറയും ശരി നീ ഇപ്പൊ കണ്ടത് ബാൽഗാജി തന്നെയാണ് ഈ ഒരു പെണ്ണെ കൊന്നത് എന്ന് മാത്രമേ എല്ലാവരോടും പറയാവൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ചണ്ടി പറയും ഹേയ് അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല, ഈ ഒരു പെണ്ണിന്റെ ശരീരം ഞാൻ കണ്ടു അത്രമാത്രമേ ഉള്ളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ നീ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരനും ഗ്രാമത്തലവനും കൂടി ചേർന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ചണ്ടിയും ഇതുപോലെ അവർ കള്ളം പറഞ്ഞത്. അതുമല്ലാതെ അവന് കുറച്ച് പണവും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവന്റെ മുഖമെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ആ ഒരു പെണ്ണിന്റെ ശരീരത്ത് ബാൽഗാജിയുടെ സ്പേം അതെങ്ങനെ വന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഹീറോ അതിനുള്ള ആൻസറും ഇപ്പൊ പറയാൻ തുടങ്ങാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഹീറോ ബാൽഗാജിയെ ജയിലിൽ പോയി കണ്ടിരുന്നു. ശരി നിങ്ങൾ എന്നോട് പറഞ്ഞത് വെച്ചിട്ട് ആ ഒരു പെണ്ണെ നിങ്ങൾ കൊന്നിട്ടില്ല, റേപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ സ്പേം അവളുടെ ശരീരത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അന്ന് രാത്രി എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് നിർബന്ധിച്ച് ഒരു ആഹാരം തന്നിരുന്നു, അത് കഴിക്കെന്ന് പറഞ്ഞ് അത് കഴിച്ചതിന് ശേഷം എന്റെ ബോധം പോയി, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, മയക്കത്തിലാണ് ഞാൻ കിടന്നിരുന്നത്, അത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഞാൻ കണ്ണു തുറന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ബാൽഗാജി മയങ്ങിപ്പോയതിന് ശേഷമാണ് അവന്റെ ശരീരത്തിൽ നിന്നും ആ ഒരു സ്പേം വരെ എടുത്തിട്ടുള്ളത്, അത് കൊണ്ടുവന്ന് ആ ഒരു പെണ്ണിന്റെ ശരീരത്തും അതേപോലെ തന്നെ അവളുടെ ഉള്ളിലും ഇഞ്ചക്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ അതുപോലെ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇതാണ് സത്യം പറഞ്ഞാൽ നടന്നത്, ഇതുപോലെയാണ് ആ ഒരു പോലീസുകാരൻ ചെയ്തത് എന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ പോലീസുകാരൻ പറയും ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടറിനോട് ഇതുപോലെല്ലാം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും അതെ ഇങ്ങനെയല്ലാതെ അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും ദേ ഇപ്പോൾ നിങ്ങൾക്ക് സത്യം മനസ്സിലായല്ലോ, അതുകൊണ്ട് നിങ്ങളൊരു പോലീസ് ആയിരുന്നിട്ട് ജനങ്ങൾക്ക് നല്ല കാര്യമാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി ഒരിക്കലും മോശക്കാരനുള്ള ഒരു പോലീസ് ആവരുത്, അതുകൊണ്ട് ഇനിയെങ്കിലും സത്യം പറയും നിങ്ങളല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സത്യം പറയണോ വേണ്ടോ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഇത്രയും നേരം കള്ളം പറഞ്ഞിട്ടാണ് ഒരാൾക്ക് ശിക്ഷ തന്നെ വാങ്ങിക്കൊടുത്തത്. അങ്ങനെ ഹീറോ നേരെ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫോൺ കോൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വിളിക്കുന്നത് ജയിലറാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അടുത്ത് സംസാരിക്കുമ്പോൾ അവനോട് സംസാരിക്കുന്നത് ബാൽഗാജി. അപ്പോൾ ബാൽഗാജി പറയും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് മതിയാക്ക്, ഇനി എന്തായാലും ഈ ഒരു കേസിനെ പറ്റി അന്വേഷിക്കണ്ട, എനിക്കിനി വെളിയിൽ പോകണമെന്നില്ല, 5 വർഷം ഞാൻ എന്തായാലും ശിക്ഷ അനുഭവിച്ചു, ഇനി ഒരു 15 വർഷമല്ലേ അത് ഞാൻ എന്തായാലും അനുഭവിച്ചോളാം എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഹേയ് നിങ്ങൾ എന്ത് ഈ പറയുന്നേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഇതെല്ലാം ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ പോലെ ഭ്രാന്ത് പിടിച്ചോ ഇപ്പൊ ഇങ്ങനെയെല്ലാം പറയാനായിട്ട്, ഇല്ല നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നെല്ലാം ബാൽഗാജി പറയുമ്പോൾ ഇവിടെ ഉള്ളിൽ കാണിക്കുന്ന സമയത്ത് ഇവർ 6 പേരും കൂടി തീരുമാനം എടുക്കുകയാണ് ശരി എന്തായാലും നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ സത്യം പറയാൻ പോവാണ് എന്നെല്ലാം ഇവർ തീരുമാനം എടുത്തിട്ട് നമ്മുടെ ജാൻവി ഇവർ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ വെളിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് ജാൻവി വെളിയിലേക്ക് വന്നിട്ട് ഹേ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ, അവരെല്ലാവരും സത്യം എന്താണെന്ന് പറഞ്ഞു, ഇതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടേ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അകത്തേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അവർ പറയും നീയും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്, ഞങ്ങൾ ഇത്രയും നാള് ഞങ്ങൾ എല്ലാവരും ഒരു തെറ്റ് ചെയ്തു, ഞങ്ങൾ അതിൽ നിന്ന് തിരുത്തിയത് നീ മാത്രമാണ്, അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള തെറ്റ് ആവർത്തിക്കാതെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ജാൻവിയും അവന്റെ അച്ഛന്റെ ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നിരപരാധിയെ ഞാൻ രക്ഷിച്ചു, പക്ഷെ യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നല്ല നമ്മുടെ ഹീറോ മനസ്സിലിങ്ങനെ പറയുന്നതും അന്നത്തെ ദിവസം ബാൽഗാജിയും ഹീറോയും തമ്മിൽ ആ ഒരു ഫോണിൽ സംസാരിച്ചല്ലോ അതിന്റെ ബാക്കി എന്താണെന്ന് ഇപ്പൊ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബാൽഗാജി പറയും ഹേയ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിർത്ത്, ഇനി എന്നെ രക്ഷിക്കേണ്ട ആവശ്യമില്ല, ഞാനാണ് കൊലയാളി എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ചോദിക്കും ഹേയ് നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് കൊലയാളി, ഞാനല്ല കൊലയാളി എന്ന് നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും, അതുകൊണ്ട് ഈ ഒരു കേസ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും ഒരിക്കലും അത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് സത്യം പറയും എന്താ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഓരോ ടെസ്റ്റുകളായിട്ട് ഇവിടെ ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബാൽഗാജിയുടെ മകള് അവനെ കാണാനായിട്ട് വരികയാണ്. അച്ഛൻ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ചെയ്ത തെറ്റ് കാരണം അച്ഛനാണ് ഇപ്പൊ ആ ഒരു ശിക്ഷ അനുഭവിക്കുന്നത്, എന്നോട് ക്ഷമിക്കണം എന്നല്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാൽഗാജി ചോദിക്കും അല്ല മോളെ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്ലാഷ് ബാക്കിനുള്ളിലെ അടുത്തൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യത്തിൽ മഞ്ജു സ്നേഹിക്കുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ സുധയും സ്നേഹിക്കുമായിരുന്നു. ഇവരെ രണ്ടുപേരെ സഹായിക്കുന്ന രീതിയിൽ അവളും പുറകെ പോയിട്ട് സുധയും ഒരുപാട് തന്നെ ആ ഒരു പയ്യനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ക്രഷിൽ തുടങ്ങി അത് അവസാനം ഒരു വലിയ പ്രേമത്തിലേക്ക് മാറിയിട്ട് അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ ഒരു സൈക്കോ ആയിട്ട് മാറുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി നേരെ മഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്ന് ഞാനും അവനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇനി അവനെ വിട്ട് പോകണമെന്ന് പറഞ്ഞ് മഞ്ജുവിനോട് സംസാരിക്കുമ്പോഴത്തേക്കും മഞ്ജു ആണെങ്കിലോ ഹേയ് നീ എന്താ ഈ പറയുന്നേ, ഭ്രാന്ത് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാതെ എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സുധ പറയും ഞാൻ നിന്റെ സുഹൃത്തല്ലേ, എനിക്ക് വേണ്ടി ഇതുപോലെ നീ ചെയ്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും നല്ലതുപോലെ വഴക്കിട്ട് അതിൽ ദേഷ്യം വന്ന സുധ എന്താ ചെയ്യുന്ന വെച്ചാൽ കത്തിയോണ്ട് മഞ്ജുവെ വെട്ടി കൊല്ലുമായിരുന്നു.
അതുകൊണ്ട് ഞാനാണ് അവളെ കൊന്നത്. ഞാൻ ചെയ്ത ആ ഒരു തെറ്റിന് അച്ഛനാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. അതൊരിക്കലും ചെയ്യരുത്. അതുമല്ല, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവനെ ഞാൻ കല്യാണം കഴിച്ചു. എന്നിരുന്നാലും രാത്രി മുഴുവനും മഞ്ജുവിനെ സ്വപ്നം കണ്ട് അവൻ ഞെട്ടി എഴുന്നേക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ മനസ്സിൽ ഇപ്പോഴും മഞ്ജു ഉണ്ട്. സത്യത്തിൽ എന്നോട് അവന് ഇഷ്ടം പോലുമല്ല. അവൻ എന്റെ ദേഹത്ത് പോലും ഇതുപോലെ കൈവച്ചിട്ടില്ല. ഇതുപോലൊരു ജീവിതം എന്നെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവളിങ്ങനെ കരയാണ്. അപ്പോഴേക്കും അവൻ പറയും, ഇല്ല മോളെ, നീ ഒരിക്കലും ഇതാലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നീ എന്തായാലും അവനോടൊപ്പം പോയി ജീവിക്കും. ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വെളിയിലേക്ക് വരും. അവൻ എന്തായാലും നിന്നെ ഇഷ്ടപ്പെടും. ഭ്രാന്ത് പിടിച്ചിട്ട് ഈ ഒരു കാര്യം നീ വേറെ ആരോടും പോയി പറയരുത്. പക്ഷെ ബാൽഗാജിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോലീസുകാരനും മറ്റും ചെയ്തത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മഞ്ജു എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ വെട്ടിക്കൊന്നത് ബാൽഗാജിയുടെ മകളാണെന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ 6 പേരും സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ ബാൽഗാജി ഒരിക്കലും കുറ്റക്കാരനല്ല എന്ന് കണ്ടുപിടിച്ച് അവനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥ കൊലയാളിയായിട്ടുള്ള അയാളുടെ മകളെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാരണം ആ ഒരു സത്യം നമ്മുടെ ഹീറോ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.